മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ് 4 കാര്യങ്ങൾ ചെയ്യാതെ കിടന്നുറങ്ങരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഒന്നാമതായി പറഞ്ഞ കാര്യം, നീ പരിശുദ്ധമായ ഖുർആൻ ഖതമ് തീർക്കാതെ കിടന്നുറങ്ങരുത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, എല്ലാ അമ്പിയാക്കളുടെയും പൊരുത്തം വാങ്ങാതെ കിടന്നുറങ്ങാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും പൊരുത്തം, അവരുടെ പ്രീതി നേടാതെ നീ കിടന്നുറങ്ങരുത് ആയിഷ റളിയല്ലാഹു അൻഹാ. അഞ്ചാമത്തെ കാര്യം, നീ ഹജ്ജും ഉംറയും ചെയ്യാതെ കിടന്നുറങ്ങരുത്. ഈ 4 കാര്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചിന്തിക്കുക, റബ്ബേ, ഇത് ഞാൻ എങ്ങനെ ചെയ്തു തീർക്കും? പരിശുദ്ധമായ ഖുർആൻ ഖതം ഓതാതെ തീർക്കാതെ ഉറങ്ങരുത്. ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവിടുന്ന് ചോദിച്ചു, നബിയെ, ഞാൻ എങ്ങനെ ഇത് ചെയ്തു തീർക്കും? ഈ 4 കാര്യങ്ങൾ എന്നെ കൊണ്ട് സാധിക്കുമോ നബിയെ? അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തത്, പരിശുദ്ധമായ ഖുർആൻ ഖതം ഓതാതെ കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, താല്പര്യം, നീ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അതായത് ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്ത്. അത് പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതിയതിന്റെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി പറഞ്ഞത്, എല്ലാ അമ്പിയാക്കളുടെയും പൊരുത്തം വാങ്ങണമെന്നാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. ഈ സ്വലാത്ത് ചൊല്ലാനാണ് നിർദ്ദേശിച്ചത്. മൂന്നാമതായി പറഞ്ഞത്, എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളുടെ പൊരുത്തം നേടാതെ നീ കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മുത്തുനബി പറയുന്നു, എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലിൽ മുഅ്മിനീന അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. നാലാമത്തെ കാര്യം, ഹജ്ജും ഉംറയും ചെയ്യാതെ കിടന്നുറങ്ങരുത് എന്നാണ് പറഞ്ഞത്. എങ്ങനെ സാധിക്കും? അപ്പോഴാണ് അവിടുന്ന് പറഞ്ഞു കൊടുത്തത്, ഞാനൊരു തസ്ബീഹ് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ 4 കാര്യം അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം